നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ടെക്നോപാർക്ക് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു മികച്ച കമ്പനിയിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എങ്കിൽ, അല്പം ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആ മേഖലയിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങളുടെ കരിയറിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ഈ കമ്പനി ആവശ്യപ്പെടുന്നത്, കമ്പനിയുടെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഐൻഷുർടെക് എന്ന് പറയുന്ന പേരിലുള്ള ഒരു കമ്പനി, ഐൻഷുർടെക് എന്ന പേരിലുള്ള ടെക്നോപാർക്ക് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിൻ്റെ ഒരു വേക്കൻസി ഉള്ളത്. ഇവരെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് മേഖലയിലുള്ള ഒരു ഡിഗ്രി ആണ് പറയുന്നത്. അപ്പം CS കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc IT പോലെയുള്ള BCA പോലെയുള്ള കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇതിനകത്ത് ക്വാളിഫിക്കേഷനായിട്ട് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ആയിട്ട് ഇവർ പറയുന്നത് പൈത്തൺ, റൂബി, PHP ഇത്തരം ടെക്നോളജികളിൽ ഏതെങ്കിലും ഒക്കെയുള്ള ഒരു അറിവുള്ളവർക്ക് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് അവർ നൽകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനുകളും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുകളും ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള ഒരു എക്സ്പെർട്ടൈസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ .NET അല്ലെങ്കിൽ ജാവ, മറ്റ് സെർവർ സൈറ്റ് ലാംഗ്വേജുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണയുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഇവർ നോക്കുന്നത്. അപ്പം ബേസിക്കലി ഒരു ഡെവലപ്മെൻറ്റ് ലെവലിലുള്ള ഒരു ഐഡിയ ഉള്ളവരായിരിക്കണം. പല ലാംഗ്വേജുകൾ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ള, സെർവർ സൈറ്റ് ലാംഗ്വേജുകളെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൂടാതെ HTML പോലുള്ള കാര്യങ്ങൾ, CSS, ജാവാസ്ക്രിപ്റ്റ്, XML, jQuery പോലെയുള്ള ഫ്രണ്ട് എൻഡ് ടെക്നോളജികളെക്കുറിച്ച് ഉള്ള ലാംഗ്വേജുകളെക്കുറിച്ചുള്ളൊരു ധാരണ, അതുപോലെ തന്നെ C#, ജാവ, പൈത്തൺ, ബാക്ക് എൻഡ് ലാംഗ്വേജുകൾ, ഇതിലുമെല്ലാമുള്ള ഒരു ഐഡിയ ഉള്ളവരായിരിക്കണം എന്നിവർ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് കൂടാതെ ആംഗുലർ JS അല്ലെങ്കിൽ റിയാക്ട് പോലെയുള്ള ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്കിലും വർക്ക് ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ്, MySQL, ഒറാക്കിൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡേറ്റാബേസുകളിലൊക്കെയുള്ള ഒരു അറിവ് ഉള്ളവരെ കൂടിയാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവർ നോക്കുന്നത്. നമുക്കത് കേട്ടാൽ തന്നെ മനസ്സിലാവും, കാരണം ഇത്രയധികം ടെക്നോളജികളൊക്കെ അറിയാവുന്നവരെ. അപ്പം ഇത് കേട്ടാൽ ഉടനെ ഇതിൻ്റെ അകത്ത് എക്സ്പെർട്ടൈസ് നല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ടെക്നോളജികളിൽ ധാരണയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് യു വിൽ ബി ദ റൈറ്റ് കാൻഡിഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത് ടെക്നോപാർക്ക് ഫേസ് 3 വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആ കമ്പനിയെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കിയ ശേഷം അവരുടെ ഈ റിക്വയർമെൻറ്റുകളൊക്കെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് മനസ്സിലാക്കി, അതിലേതെങ്കിലുമൊക്കെ റിക്വയർമെൻറ്റ് നിങ്ങളുടെ ടെക്നിക്കൽ നോളജുമായി മാച്ച് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയ ശേഷം അവരൊരു ഇമെയിൽ ID തന്നിട്ടുണ്ട്. അതിലേക്കായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അവരുടെ HR ഇമെയിൽ ID ആണ് തന്നേക്കുന്നത്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് January 31 ആണ്. അപ്പോൾ 31 ജനുവരി വരെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മികച്ച ഒരു അവസരമാണ്, പ്രത്യേകിച്ച് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൽ ഒരു എക്സ്പോഷർ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും കോഴ്സൊക്കെ കഴിഞ്ഞ് അതിലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നല്ലൊരു അവസരമാണ്. നല്ല നോളജ് ഉള്ളവരാണ് എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആ ടെക്നിക്കൽ റൗണ്ട്സും HR റൗണ്ട്സും ഒക്കെ കഴിഞ്ഞ് അവരുടെ ഒരു ഡിസിഷൻ ഒരുപക്ഷെ പോസിറ്റീവ് ആണെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ്. ടെക്നോപാർക്കിൽ നിങ്ങളുടെ കരിയർ ഒന്ന് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിൽ മേഖലയിൽ പുതിയ പുതിയ അവസരങ്ങൾ വരുന്നത് അത് ഇൻഫോം ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കത് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലും അവസരങ്ങളെക്കുറിച്ച് അറിയിച്ചുകൊണ്ടുമൊക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഓപ്പർച്യൂണിറ്റി മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.